ഹലോ. അപ്പം നമ്മളിന്നൊരു ബ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ പപ്പ ഗൾഫിൽ നിന്ന് വന്നു കേട്ടോ. ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പപ്പ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് പപ്പ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള തന്നെ. പിന്നെ ഇന്ന് മാമനും മാമിയും വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പ വന്നെന്നറിഞ്ഞിട്ട് മാമനും മാമിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പായെ കാണാനായിട്ട് വന്നതാണ് അവർ. അപ്പം മാമനും മാമിയും വന്നിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയും മാമിയും ഞാനും കൂടി ഇരുന്ന് കുറേ നേരം കത്തി വെച്ച്. പിന്നെ ഇതാണ് കേട്ടോ അപ്പ കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പോസ് ചെയ്ത് കേട്ടോ. പിന്നെ അതുകഴിഞ്ഞ് ഞാനും കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. പിന്നെ മാമനും അപ്പായും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പം അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോയേക്കാണ്. പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പം മാമനും അപ്പായും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാനും അമ്മയും മാമിയും അമ്മൂമ്മയും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിയൽ, പുളിശ്ശേരി, മീൻ വറുത്തത്, പിന്നെ സവാള ഉള്ളി ചുമ്മാ ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയതാണ് കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല രീതിയിൽ എല്ലാവരും കൂടെ പിടിച്ചു. അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഫുഡ്. അപ്പം ഇന്ന് ഓവർ ഫുഡ് ആയതുപോലെ ഉണ്ട് കേട്ടോ. അതെല്ലാ ദിവസവും ഞാൻ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാമി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞാനും മാമിയും കൂടെ വന്നിരുന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം സമയം പോയിട്ട് അമ്മ ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. ചായയും പിന്നെ അപ്പ കൊണ്ടുവന്ന് കുറച്ച് സ്നാക്സാണ് കേട്ടോ. പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പുമാണ് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ബദാമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബദാം സൂപ്പറായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിരുന്ന് മാമിയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ നേരെ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി. പിന്നെ ഞാനും അമ്മമ്മയും ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് ടി വി കണ്ടു. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ഡ്യൂട്ടിയിലേക്കാണ്. ഇപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നല്ല കുട്ടിയാണ് ഗൈസ്. ഇപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സ്നാക്സും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ബൈ, സീ യു.